ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ, അപ്പം നമ്മൾ ഇതിന് മുന്നേ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലാസ്റ്റ് റാങ്ക് വീഡിയോ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഞാൻ ഒരു ടോപ്പ് 12 കോളേജസ് ആണ് എടുത്തത്. 12 കോളേജസ് എടുത്തിട്ടുള്ളൂ. ബാക്കി രണ്ടും നമ്മൾ 15 വെച്ച് ചെയ്തിരുന്നു. അതിൻ്റെ റീസൺ എന്തെന്ന് ചോദിച്ചാൽ, ഓഫ്കോഴ്സ് അതെല്ലാം ഒരു സർക്യൂട്ട് ബ്രാഞ്ചാണ്, ഡിമാൻഡ് കൂടുതലാണ്. സോ അതാണ് ടോപ്പ് 15 എടുത്തത്. പിന്നെ ഞാൻ ഇത് 12 11 ഗവൺമെന്റ് കോളേജസ് ആണ്, ഒരു എയ്ഡഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മോഡൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ കേരളത്തിലെ ടോപ്പ് 12 കോളേജസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ മറ്റേ കമ്പ്യൂട്ടർ സയൻസിന്റെയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെയും വീഡിയോ കാണാത്തവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് തരാം കേട്ടോ. എടാ, ആദ്യം തന്നെ ഫസ്റ്റ് കേരളത്തിലെ നമ്പർ 1 കോളേജ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ CET ട്രിവാൻഡ്രമാണ്. CETയിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സീറ്റ് വേണമെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി ഒരു 4000 റേഞ്ച് റാങ്കാണ്, ഒരു 4K സംതിങ് വേണം. അത് OBC ആകുമ്പോഴത്തേക്ക് ഒരു 5K to 6K റേഞ്ച് പോവും. EWS ആകുമ്പോഴത്തേക്ക് ഒരു 9K വരെ CETയിൽ കട്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കോളേജ് എന്ന് പറയുന്നത് GEC തൃശ്ശൂരാണ്. തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സീറ്റ് വേണമെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി ഒരു 9000 ആ റേഞ്ച് റാങ്കും. അതൊരു OBC ആകുമ്പോഴത്തേക്ക് ഒരു 10000 to 11000 അതിനിടയ്ക്ക് നമുക്ക് കിട്ടാം. EWS ആകുമ്പോഴത്തേക്ക് ഒരു 15000 വരെയൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു റാങ്ക് കാറ്റഗറിയിലുള്ളവർക്ക് GEC തൃശ്ശൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ കോളേജ് PKM കൊല്ലമാണ്. കൊല്ലത്ത് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റ് വേണമെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു 15000 കട്ടായിട്ടുണ്ട് തേർഡ് അലോട്ട്മെന്റിൽ ജനറൽ കാറ്റഗറി. അതൊരു OBC ആകുമ്പോൾ ഒരു 16000 to 19000 അതിൻ്റെ ഇടയ്ക്ക് വേരിയേഷൻ വരാണ്. അത് ഇയർ ബൈ ഇയർ വേരി ആവും. ഇപ്പോൾ ലാസ്റ്റ് റാങ്ക് നമുക്ക് ഏതൊരു കോഴ്സ് അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വെച്ച് PKMൽ OBC ആകുമ്പോൾ ഒരു 16000 to 19000. അത് EWS ആകുമ്പോൾ ഒരു 22000 23000 ആ റേഞ്ചിലൊക്കെ പോയിട്ടുണ്ട്. അടുത്ത നാലാമത്തെ കോളേജ് മോഡലല്ല ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ നാലാമത്തെ കോളേജ് എടുത്തേക്കുന്നത് ബാർട്ടൺ ഹില്ലാണ്. ട്രിവാൻഡ്രത്തുള്ള തന്നെ ബാർട്ടൺ ഹില്ല്. ബാർട്ടൺ ഹില്ല് എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റ് വേണമെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി ലാസ്റ്റ് ഇയർ ഒരു 17000 വരെയൊക്കെ പോയിട്ടുണ്ട്. അത് OBC ആകുമ്പോൾ ഒരു 21 to 22. EWS ആകുമ്പോൾ ഒരു 27 28 29 ആ റേഞ്ചൊക്കെ ബാർട്ടൺ ഹില്ല് കട്ടായിട്ടുണ്ട്. സോ ഈ ഒരു റാങ്ക് റേഞ്ചിലുള്ളവർക്ക് ബാർട്ടൺ ഹില്ല് നോക്കാവുന്നതാണ്. ഒരു നല്ലൊരു കോളേജാണ്. ഞാൻ 5th പൊസിഷനിൽ കൊടുത്തേക്കുന്നത് MA കോളേജ് കോതമംഗലാണ്. MA കോളേജ് കോതമംഗലത്തിൽ ഒരു ജനറൽ സീറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റ് വേണമെങ്കിൽ ഒരു 18K 18000 റേഞ്ചും. അതൊരു OBC ആകുമ്പോൾ ഒരു 21K. EWS ആകുമ്പോൾ ഒരു ബിലോ 30K റേഞ്ച് ഉണ്ടെങ്കിൽ MA കോളേജ് കോതമംഗലം ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 6th പൊസിഷനിൽ ഞാൻ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ RIT കോട്ടയാണ്. RIT കോട്ടയത്തിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റ് വേണമെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി ഒരു 21000 റേഞ്ച് റാങ്കും. ഒരു OBC ആകുമ്പോഴത്തേക്ക് ഒരു 23 24. EWS ആകുമ്പോഴത്തേക്ക് ഒരു 30000 31000 ആ റേഞ്ചുള്ളവർക്കും RIT കോട്ടയത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 7ാം സ്ഥാനത്ത് കൊടുത്തേക്കുന്നത് NSS കോളേജ് പാലക്കാട്. നല്ലൊരു കോളേജാണ്. NSS കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് റാങ്ക് കട്ടായേക്കുന്നത് ജനറൽ കാറ്റഗറി ഒരു 21K. അതൊരു OBC ആകുമ്പോൾ ഒരു 24K. EWS ആകുമ്പോൾ 36 കട്ടായിട്ടുണ്ട്. സോ ചാൻസ് ഉണ്ട്. അടുത്ത 8ാം സ്ഥാനത്ത് 8th പൊസിഷനിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ്. നിങ്ങൾക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര ഒരു മെക്കാനിക്കൽ സീറ്റിന് ജനറൽ കാറ്റഗറി കട്ടായിരിക്കുന്നത് 22K 22000 റേഞ്ചും. അതൊരു OBC ആകുമ്പോൾ 27000 റേഞ്ചും. EWS 36000 കട്ടായിട്ടുണ്ട്. ഞാൻ ഈ ഒരു 12 കോളേജിന്റെ ലിസ്റ്റിൽ ഗവൺമെന്റ് അല്ലാതെ വെച്ച ഒരു കോളേജ് മോഡലാണ്. അത് എന്താ ഞാൻ പറഞ്ഞുതരാം. എടാ, കോഴ്സ് പ്ലേസ്മെന്റ് ആണ്. മോഡലിന് അവിടെ മെക്കാനിക്കൽ സൈഡ് വലിയ പ്ലേസ്മെന്റ് ഇല്ലെങ്കിലും സർക്യൂട്ട് ബ്രാഞ്ചിന് നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് പാരലായിട്ട് കോഡിംഗ് പഠിച്ച ഓഫ്കോഴ്സ് IT സെക്ടറിലെ ജോബിന്റെ പ്ലേസ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിലൊരു നല്ലൊരു പ്ലേസ്മെന്റ് വളർന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് മോഡൽ വെച്ചത്. അടുത്ത 9ാം സ്ഥാനത്ത് ഞാൻ കൊടുത്തേക്കുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരാണ്. കണ്ണൂർ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ഒരു 21000 റേഞ്ച് റാങ്ക് വേണം. OBC ആകുമ്പോൾ 27000. EWS ആകുമ്പോൾ ഒരു 35 36 ആ റേഞ്ചൊക്കെ ഒരു റാങ്ക് വേണ്ടി വരും. കോഴിക്കോടാണെങ്കിലും സെയിം ഇതേ തന്നെയാണ്. കണ്ണൂരും കോഴിക്കോടും
ഓൾമോസ്റ്റ് കമ്പയറബിൾ ആണ്. 11ാം സ്ഥാനത്ത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരമാണ്. ശ്രീകൃഷ്ണപുരവും ഓൾമോസ്റ്റ് ഇതേ ട്രെൻഡാണ്. പക്ഷേ OBCയും EWS കാറ്റഗറി അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. 12ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. ഇടുക്കിയിൽ നല്ലൊരു വേരിയേഷൻ ഉണ്ട്.